നേമത്തെ വി ശിവൻകുട്ടിക്കെതിരെ പ്രവർത്തിച്ചത് ആരോപണത്തിൽ സിപിഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം വി എസ് സുലോചനെതിരെ പാർട്ടി നടപടി. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുൻ കൌൺസിലറാണ് സുലോചനൻ. ബിജെപി പ്രാദേശിക നേതാവുമായി സുലോചനൻ നടത്തിയ ഫോൺ സംഭാഷണം പുറത്തുവന്നു. തീർച്ചയായിട്ട് നിങ്ങളെ സഹായിക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാര്യം അത് വേറെ കാര്യം. നമുക്ക് ശിവൻകുട്ടി എനിക്കെതിരെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ തോക്കണേലും ശിവൻകുട്ടി ഈ CPM മാറിയെന്ന് ചെയ്തത് ശിവൻകുട്ടിയുടെ ഒരു സംഭവമാണ്. CPM മനസ്സിലായി. റഹീസ് റഷീദ് നൽകും വിശദാംശങ്ങൾ. റഹീസ്, ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഉടനടി നടപടി ഉണ്ടായിരിക്കുകയാണല്ലേ? ശ്രുതി കീർത്തന, സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതാത് സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടതിനു ശേഷമാണ് പാർട്ടികളും മുന്നണികളും നേതാക്കൾക്കെതിരെ തോൽവിയുടെ പാപഭാരം ചുമത്തി നടപടിയെടുക്കാറ്. ഇവിടെ ഒരു അസാധാരണമായ ഒരു നടപടി നടന്നു തിരുവനന്തപുരത്ത്. CPIയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമായ VS സുലോചനെതിരെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അന്വേഷണ വിധേയമായി പുറത്താക്കിക്കൊണ്ടുള്ള ഒരു നടപടി എടുത്തിരിക്കുന്നു. സുലോചനൻ പ്രാദേശിക BJP നേതാവുമായി സംസാരിക്കുന്ന ശബ്ദ സംഭാഷണം പുറത്തു വന്നിരുന്നു. അതിൽ ശിവൻകുട്ടിക്കെതിരാണ് ഞാൻ ശിവൻകുട്ടിക്ക് എതിരായ നിലപാട് രഹസ്യമായി സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായ ഒരു നിലപാടെടുക്കാനാണ് തീരുമാനിച്ചത് എന്ന ധ്വനിയുള്ള സംഭാഷണമാണ് പുറത്തു വന്നത്. ഇതേ തുടർന്നാണ് പാർട്ടി അച്ചടക്ക നടപടിയെടുത്തത്. കഴിഞ്ഞ ഭരണസമിതിയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPIയുടെ അംഗമായിരുന്നു സുലോചന. ശരി, റഹീസ് റഷീദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.